ഹായ് എവ്രി വൺ, മിഖാൻ മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഞങ്ങളുടെ രീതിയിലൊരു കുമ്പിളപ്പം ഉണ്ടാക്കി നോക്കാം. ഈ രീതിയിലാണ് ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് വരാറ്. നമുക്ക് വായിലിട്ട് അലിഞ്ഞു പോകാമെന്നൊക്കെ പറയില്ല, അതുപോലെയാണ്. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സിഗ്നേച്ചർ ഡിഷാണെന്ന് പറയാട്ടോ. അപ്പോൾ ആദ്യം നല്ല പഴുത്ത പഴം ഒന്ന് ആവി കയറ്റി പുഴുങ്ങിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പഴംപൊരിക്ക് പോലും എടുക്കാൻ പറ്റാത്ത അത്രയും പഴുത്ത പഴം ആണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അതിന് മധുരം ഉണ്ടായിരിക്കും. പിന്നെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഒരല്പം വെള്ളം മാത്രം ഒഴിച്ചെടുത്ത് പാവ് കാച്ചിയെടുക്കുക എന്ന് പറയില്ലേ, ആ ഒരു പരുവത്തിലാണ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മളുടെ പുഴുങ്ങിയെടുത്ത പഴം ചൂടോടുകൂടി തന്നെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കും. ഇതിൽ മിക്സിങ് ഒരു പ്രധാനപ്പെട്ട എന്താ പറയുക പ്രക്രിയയാണ് കേട്ടോ, ഒരു സ്റ്റെപ്പാണ്. നല്ലപോലെ കട്ടയില്ലാതെ ഈ പഴം കുറച്ച് അധിക സമയം എടുത്തിട്ടാണ് ആളിത് ചെയ്യാറ്, ഉടച്ചെടുക്കുന്ന ഒരു സ്റ്റെപ്പ്. എന്നിട്ടത് ഉടച്ചെടുക്കുമ്പോൾ ശർക്കര നന്നായി അതിലേക്ക് പിടിച്ചു വരും. ഞങ്ങൾ ഈ രീതിയിലാണ് കുമ്പിളപ്പം ഉണ്ടാക്കിയെടുക്കാറ്. ഞാൻ കണ്ടിട്ടുണ്ട് വേറെയും വീഡിയോസിലൊക്കെ ആയിട്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അരിപ്പൊടിയിലേക്ക് ശർക്കരയും പഴമൊക്കെ ഇട്ട് കുഴച്ചെടുക്കുന്ന രീതിയാണ് കണ്ടിട്ടുള്ളത്. അത് അങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും കുമ്പിളപ്പം കുറച്ചും കൂടെ കട്ടിയായിട്ട് വരുന്നതാണ് തോന്നിയിട്ടുള്ളത്. ഇതാവുമ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇനി നമ്മൾ ആ ഉടച്ചെടുത്തിട്ടുള്ള മിക്സിലേക്ക് അത് സ്പൂണിൽ നിന്ന് കോരിയെടുക്കുമ്പോൾ ഇതുപോലെ വീഴരുത്, അങ്ങനെ ചെരിച്ചാലും വീഴാത്ത പരുവം അങ്ങനെയായിട്ട് നിൽക്കിട്ടണം. ആ ഒരു പരുവത്തിലേക്ക് ആവശ്യമുള്ള അരിപ്പൊടി മാത്രം ഇട്ടിട്ട് ചേർത്തെടുക്കുക. പിന്നെ ഞങ്ങൾ വാഴയിലയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ വഴനയിലയാണെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾക്കത് കിട്ടാത്തതുകൊണ്ടാണ് വാഴയിലയിൽ ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊന്ന് കുമ്പിളപ്പം ചെയ്ത് നോക്കണം. ഇനി ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിരിക്കും. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സിഗ്നേച്ചർ ഡിഷാണ് ഇത്. പിന്നെ അത് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴും ഇഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം.